എൻ്റെ പേര് താരകേശ്വരി. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ കാഞ്ഞിരംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഇത് എൻ്റെ മകൻ അനന്തു, എൻ്റെ ഭർത്താവ് അജി. ഞങ്ങൾ ഈ മകൻ്റെ ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത കാര്യത്തെപ്പറ്റി പറയുവാനാണ് ഇവിടെ നിൽക്കുന്നത്. കൃപാസനത്തെപ്പറ്റി ആദ്യമായി ഞാൻ അറിയുന്നത് എൻ്റെ വേറൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന സതി എന്ന ഒരു ചേച്ചിയിൽ നിന്നുമാണ്. അവർ ഇവിടെ നിന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് ജപമാലയും ഇവിടുത്തെ തേനും കൊണ്ടുതരും. അത് എൻ്റെ മകന് കൊടുക്കുമ്പോൾ കുറേ ദിവസം സൈലൻ്റായിട്ട് അവൻ പോകും. അവൻ ജന്മന ഡൗൺ സിൻഡ്രം എന്ന അസുഖം ഉള്ള കുട്ടിയാണ്. നമ്മൾ കൊറോണയായിട്ട് വീടുകളിൽ അടയ്ക്കപ്പെട്ട സമയത്ത് മകനെ ഒരിടത്തും കൊണ്ടുപോകാതെ വീട്ടിലിട്ടിരുന്ന സമയത്ത് മകൻ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുകയും എല്ലാവരെയും അടിക്കുകയും വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ വീട്ടിൽ ഒരു സമാധാനവും ഇല്ലാത്ത സമയത്ത് എൻ്റെ അടുത്ത് ഈ സതി എന്ന് പറയുന്ന ചേച്ചിയാണ് പറഞ്ഞത്, മകനെ കൃപാസനത്ത് കൊണ്ടുപോകണം, അവിടെ പോയി നീ ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെ ഉടമ്പടി എടുക്കാനായിട്ട് തന്നെയാണ് വീട്ടിലന്ന് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ മകനെ ഈ അൾത്താരയിൽ കൊണ്ടുവന്നപ്പോൾ മകൻ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുകയും ഇവിടെ ഇരുന്ന സഹോദരങ്ങളെ അടിക്കുകയും ചവിട്ടുകയും ചെയ്തു. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് പോയി അച്ഛൻ പ്രാർത്ഥിച്ചു മകനെ തിരിച്ചു കൊണ്ടുപോയി ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി. 20 ദിവസം ആയപ്പോൾ മകൻ വീണ്ടും ചെറുതായിട്ട് അതുപോലെ വയലൻ്റായി. അപ്പോൾ ഞാൻ സ്കൂൾ അടപ്പായതിനാൽ എനിക്ക് അനാഥാലയത്തിൽ പോകുവാനോ രോഗികളെ കാണാൻ പോകുവാനോ സാധിച്ചില്ല. ഞാൻ അമ്മയുടെ ഒരു ഫോട്ടോ എൻ്റെ വീട്ടിലുണ്ട്, അതിൻ്റെ അടുത്ത് പോയി നിന്ന് പറഞ്ഞ, അമ്മേ ഈ മകനെ ഇട്ടിട്ട് എനിക്ക് ഇതിനൊന്നിനും ഇപ്പോഴും പോകാൻ പറ്റില്ല, ഞാൻ സ്കൂൾ തുറന്നിട്ട് ഇതെല്ലാം ഞാൻ ചെയ്യാം, ഇനി എൻ്റെ മകൻ ഒരിക്കലും വയലൻ്റ് ആവരുത്, അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണം, എൻ്റെ മകനെ കാത്തു രക്ഷിക്കണം. അപ്പോൾ ഇനിയും എൻ്റെ മകൻ വയലൻ്റ് ആവുകയാണെങ്കിൽ എൻ്റെ ഭർത്താവ് ഇനി അമ്മയുടെ അടുത്ത് കൊണ്ടുവരില്ല, അതുകൊണ്ട് ഇനി എൻ്റെ മകൻ ഇങ്ങനെ വയലൻ്റ് ആവരുത് എന്ന് അമ്മയോട് പറഞ്ഞു. അതിനുശേഷം ഇന്ന് വരെ എൻ്റെ മകൻ അങ്ങനത്തെ സ്വഭാവം കാണിച്ചിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ സമാധാനമുണ്ട്, ഒരു കുഴപ്പവുമില്ലാതെ മുന്നോട്ട് പോകുന്നു. രണ്ടാമതായിട്ട് ഫസ്റ്റ് ഉടമ്പടി പുതുക്കാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടുത്തെ മാതാവിൻ്റെ രൂപത്തിൽ കൈവച്ചപ്പോൾ എന്നെ കറണ്ടടിക്കുന്നത് പോലെ അങ്ങോട്ട് വലിക്കുകയുണ്ടായി. ഞാൻ പിന്നീട് അച്ഛൻ്റെ ധ്യാനത്തിൽ നിന്നാണ് അത് എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായതെന്ന് മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിന് ഒരു 7-8 വർഷമായിട്ട് മുതുകത്തൊരു വേദനയുണ്ടായിരുന്നു. ഡോക്ടർമാരെ കാണിച്ചപ്പോൾ പറഞ്ഞത് ഞരമ്പിൻ്റെ പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. ഒരു ദിവസം വെളുപ്പിന് ഇതേപോലെ വേദനയായിട്ട് പുളഞ്ഞ സമയത്ത് ഞാൻ കൃപാസനത്തെ തൈലം കൊണ്ടുപോയി മുതുകത്തിട്ടിട്ട് വിശ്വാസപ്രമാണം പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് രാവിലെ ഉറക്കം വന്ന് എണീറ്റ് വന്നപ്പോൾ എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കൃപാസനവും അവിടുത്തെ അച്ഛനെയും എല്ലാവരെയും സ്വപ്നം കണ്ടു, കൃപാസനത്തെ അമ്മയ്ക്ക് മുല്ലപ്പൂ ഹാരം ചാർത്തുന്നതായിട്ടും ഞാൻ സ്വപ്നം കണ്ടു. അങ്ങനെ ആ വേദന പിന്നീട് ഇന്ന് വരെ എൻ്റെ ഭർത്താവിന് വന്നിട്ടില്ല. പിന്നെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു അമ്മയുടെ രൂപം വാങ്ങിക്കൊണ്ട് പോയി. അത് വീട്ടിൽ കൊണ്ട് വന്ന് വെച്ചതിൻ്റെ അന്ന് എനിക്ക് നല്ല മുല്ലപ്പൂ സുഗന്ധം അനുഭവിക്കാൻ കഴിയുകയും അതിൽ നിന്ന് പുക വരുന്നതായിട്ട് ഞാൻ കാണുകയും ചെയ്തു. അച്ഛൻ്റെ എല്ലാ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ദാനങ്ങളും ഞാൻ കൂടുകയും എല്ലാ ആരാധനകളിലും പങ്കെടുക്കുകയും ചെയ്യും. രാവിലത്തെ പ്രാർത്ഥനയും വൈകുന്നേരത്തെ പ്രാർത്ഥനയും ഞാൻ മുടങ്ങാതെ കേൾക്കുകയും ചെയ്യും. എപ്പോഴും എനിക്ക് ഫോണിൽ അമ്മ മാതാവിൻ്റെ ഗാനങ്ങളും ആരാധനയും എല്ലാ പ്രാർത്ഥനയും കേൾക്കുകയാണ് പതിവ്. ഇപ്പോൾ എൻ്റെ ജീവിതം ഞാൻ അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും കാൽക്കൽ സമർപ്പിച്ചിരിക്കുകയാണ്. പിന്നീട് ഞാൻ 3 തവണയാണ് എൻ്റെ മകനെ ഇവിടെ കൊണ്ടുവരാമെന്ന് ഞാൻ നേർന്നിരുന്നത്. ഇപ്പോൾ എനിക്ക് ഈ ഉടമ്പടിയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ കഴിയുന്നില്ല. ഉടമ്പടി പുതുക്കി ഈ ഉടമ്പടിയിൽ തന്നെ ജീവിതകാലം മുഴുവനും ജീവിക്കണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതുപോലെ തന്നെ എൻ്റെ
മറ്റ് 2 മക്കളായ മഹാദേവനും അഞ്ജനയും, അവർക്ക് 2 പേർക്കും പഠിത്ത കാര്യത്തിലും എല്ലാ കാര്യത്തിലും എൻ്റെ അമ്മ മാതാവും ഈശോയും എന്നെ വളരെയധികം സഹായിക്കുന്നുണ്ട്. എൻ്റെ മകനെ, വയലൻ്റായ മകനെ ഇത്രയും സുഖമാക്കി തന്നതിന് തന്നെ ഒരു 100,000 നന്ദി ഞാൻ ഈശോയോടും അമ്മയോടും പറയുന്നു. കാരുണ്യ പ്രവർത്തികൾ, ഞാൻ അനാഥാലയത്തിൽ പോകും, ആശുപത്രിയിൽ പോയി രോഗികളെ കാണും, അവർക്ക് ആശുപത്രിയിൽ പോയിട്ട് രോഗികളെ കണ്ട് അവർക്ക് പൊതിച്ചോറ് കൊടുക്കും, അവർക്ക് പൈസ ആവശ്യമുള്ളവർക്ക് പൈസ കൊടുക്കും. അനാഥാലയത്തിൽ എല്ലാ മാസവും ഞാനും എൻ്റെ ഭർത്താവും കൂടെ പോയി അവർക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ട് കൊടുക്കും, കഴിക്കാനുള്ള ആഹാരവും കൊണ്ടു കൊടുക്കും. അവിടെയും 4-5 രോഗികൾ, കിടപ്പ് രോഗികളുണ്ട്. അവർക്ക് വാരി കഴിക്കാൻ പറ്റാത്തവർക്ക് ഞാൻ വാരി കൊടുത്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം, ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന പത്രം 2 ദിവസം കൊണ്ട് തന്നെ എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കും. ഒരാളിന് ഒരിക്കൽ പത്രം കൊടുത്തപ്പോൾ അവർ വാങ്ങിച്ചില്ല. പിന്നെ ഒരാൾ, ഹിന്ദുവായ നിങ്ങൾ പിന്നെ ക്രിസ്ത്യൻസിനായോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പത്രം വിതരണം ചെയ്യാനും യേശുവിനെ മനസ്സിൽ കൊണ്ടു നടക്കാനും ഒരു ഹിന്ദു ക്രിസ്ത്യാനി ആവണമെന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ മുറയായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും ഈ ഉടമ്പടിയിൽ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇത്രയും പറഞ്ഞുകൊണ്ട് അമ്മ മാതാവിന് ഈശോയ്ക്കും 1,000 നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രഭാഷകൻ 2:18. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. താരകേശ്വരി എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് പരിശുദ്ധ അമ്മയുടെ കൃപാസനം മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ സംരക്ഷണത്തെയും സഹായങ്ങളെയും സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യം മകനുണ്ടായിരുന്ന ആ ഒരു വയലൻസ് നേച്ചർ മുഴുവനും അമ്മ മാതാവ് ശാന്തതയിലേക്ക് മാറ്റിയതിനെക്കുറിച്ചാണ് വലിയ നന്ദിയോടെ സന്തോഷത്തോടെ കുടുംബം സാക്ഷ്യപ്പെടുത്തുക. അമ്മ മാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ സൈത്യപുഷി പ്രാർത്ഥിച്ച് അമ്മ മാതാവിൻ്റെയും ഈശോയുടെ പ്രസാദപരങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്തതിലൂടെ മകന് ലഭിച്ച ഒരു ശാന്തതയെക്കുറിച്ച് ഇപ്പോൾ വർഷങ്ങളായിട്ട് യാതൊരു ക്ലേശങ്ങളുമില്ലാതെ മകന് കുടുംബത്തിൽ ജീവിക്കുന്നതിനെക്കുറിച്ചാണ് പ്രത്യേകമായിട്ട് അമ്മ ആദ്യമായി സാക്ഷ്യപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ ജീവിത പങ്കാളിക്കുണ്ടായിരുന്ന വലിയ വേദന, ആ വേദനയും അതിൻ്റെ എല്ലാ ക്ലേശങ്ങളും ഒരിക്കൽ അമ്മ മാതാവിനെ ദർശനത്തിൽ കാണുകയും അതിനുശേഷം പൂർണ്ണ സൗഖ്യം ലഭിച്ചതിനെയും സാക്ഷ്യപ്പെടുത്തി. സഹോദരിയുടെ വാക്കുകളിൽ നമ്മൾ ആവർത്തിച്ച് കാണുന്നത് അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുന്നു എന്നതാണ്. പ്രസൻസ് അല്ലെങ്കിൽ മാതാവിൻ്റെ സാന്നിധ്യം എന്നത് ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും ശക്തമായ അടയാളമാണ്. ഒത്തിരി മക്കൾ ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങുമ്പോൾ അവർ പറയുന്നുണ്ട്, സുഗന്ധാഭിഷേകത്തിലൂടെ, സ്വപ്നങ്ങളിലൂടെ, വാക്കുകളായിട്ട് ഒരു മിന്നൽ പിണർ പോലെ ഒക്കെ അമ്മയുടെ സാന്നിധ്യം ജീവിതത്തിലേക്ക് പകരുന്നതും അത് പിന്നീടൊരു അനുഗ്രഹത്തിന് കാരണമാകുന്നതും എപ്പോഴും അനുഭവിക്കുവാൻ സാധിക്കുമെന്ന് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ ഇന്നും ജീവനോടെ മക്കൾക്ക് കാണപ്പെടുന്നു. മക്കളുടെ ജീവിത വിഷയങ്ങളിൽ സഹായവും സന്മനസ്സും നൽകിക്കൊണ്ട് അവർക്ക് പ്രശ്നങ്ങൾ തരണം ചെയ്യുവാനുള്ള ആത്മശക്തി പ്രദാനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ നന്നായി വിശ്വാസത്തിൽ ജീവിക്കുവാൻ, നന്മയിൽ ജീവിക്കുവാൻ, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഓരോരുത്തരെയും സഹായിക്കുകയും ചെയ്യുന്നു. ഉടമ്പടി ജീവിതം നമ്മളെ എപ്പോഴും ദൈവം മാതാവിൻ്റെ പ്രസൻസ്, സാന്നിധ്യം കൊണ്ട് സഹായിക്കുന്നതാണ്. നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴാവാം, ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴാവാം, ഈ ആലയത്തിൽ കടന്നു വരുമ്പോഴാവാം, ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയം അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നിരന്തരം അത് നിയോഗം സമർപ്പിക്കുമ്പോഴാകാം അമ്മ മാതാവ് വാക്കുകളായി, വ്യക്തികളുടെ നിർദ്ദേശങ്ങളായി, സുഗന്ധാഭിഷേകമായി, മടവില്ലായി, മിന്നൽ പിണറായി നിങ്ങൾക്ക് സാന്നിധ്യം നൽകിക്കൊണ്ട് നിങ്ങളുടെ ആ നിയോഗത്തെ ഏറ്റെടുക്കുന്നുവെന്നും ധൈര്യമായി മുന്നോട്ട് പോവുകയെന്നും നമുക്ക് കമ്മ്യൂണിക്കേഷൻ കൈമാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഉടമ്പടിയിലുള്ളവർ എപ്പോഴും പ്രാർത്ഥിക്കണം, അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ വേണ്ടി, അമ്മയുടെ കമ്മ്യൂണിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി, ശരിയായ മാർഗത്തിലൂടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മ കൂടെ വരും, കൂടെ നിന്ന് സഹായിക്കുമെന്നത് ഈ ആലയത്തിൽ, ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്ന ഓരോ സാക്ഷ്യവും ആവർത്തിച്ച് നമ്മോട് പറയുന്നതാണ്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഭവങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.